വിശ്വസ്തതയ്ക്ക് മുമ്പിൽ ശത്രുതയ്ക്കൊരു സ്ഥാനവുമില്ല എന്ന് പഠിപ്പിച്ചു തന്നൊരു കഥ. പ്രവാചക ജീവിതത്തിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു അധ്യായം. റസൂൽ അത്രമേൽ സ്നേഹിച്ചിരുന്ന സ്വന്തം ജന്മനാട് തനിക്കുമേൽ വധഭീഷണി മുഴക്കിയിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ രാത്രി. എത്രയും പെട്ടെന്ന് തന്നെ യസ്രിബിലേക്ക് ഹിജറ പോകുവാനായി പടച്ചവനിൽ നിന്നും കൽപ്പന ഇറങ്ങിയ അതേ രാത്രി സ്വന്തം ജന്മനാടിനോട് വിട പറയാനായി ഒരുങ്ങി നിൽക്കുന്ന പ്രവാചകൻ അവിടുത്തെ ജനങ്ങൾ തന്നിൽ വിശ്വസിച്ചേൽപ്പിച്ചിരുന്ന കുറച്ച് സൂക്ഷിപ്പ് മുതലുകൾ അലി റളിയല്ലാഹുവിൻ്റെ കൈകളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഈ കാണുന്നതെല്ലാം മക്കയിലെ ജനങ്ങളുടേതാണ്. ഞാൻ പോയതിനു ശേഷം ഇവയൊക്കെയും അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥർക്ക് നീ തിരികെ നൽകുക. കാരണം ഇന്നുവരെയും എന്നെ സത്യസന്ധനെന്ന് വിളിച്ച നാവുകൾ നാളെ എനിക്കെതിരെ മോശമായി വല്ലതും വിളിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അലിയെ. സുബ്ഹാനല്ലാഹ്. പ്രയാസഘട്ടങ്ങളിലും ധാർമ്മിക മൂല്യം എങ്ങനെ കാത്തു സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ചു തരുന്ന ഇതിലും മികച്ചൊരു അധ്യാപനം വേറെ ഉണ്ടാവില്ല. ദാഹിച്ചു വലയുന്ന നായയ്ക്ക് വെള്ളം കൊടുക്കുന്നത് പുണ്യമാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ, തൻ്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ സ്വന്തം വയറു നിറക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച പ്രവാചകൻ, എന്തിനേറെ അനാഥ കുട്ടികളുടെ മുമ്പിലിരുന്നു കൊണ്ട് സ്വന്തം മക്കളെ ലാളിക്കരുതെന്ന് പഠിപ്പിച്ച റസൂലിനേക്കാൾ പവിത്രമായൊരു വ്യക്തിയും പിന്നീട് ഒരു ഉമ്മയിൽ നിന്നും പിറന്നിട്ടില്ല. അതുകൊണ്ടാണല്ലോ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്.